ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഭരണങ്ങാനത്ത് പോവാണ് കേട്ടോ. ഒരുങ്ങി ഇറങ്ങി കറക്റ്റ് അമ്മ മരുന്ന് മുറിച്ച് തരുന്ന ഗ്യാപ്പിൽ ചാക്കോ എഴുന്നേറ്റ് പ്രശ്നമായി. ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, പോക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയോ നേരം വെളുത്തപ്പോഴേ ഒരു കിറ്റ് കാറ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. കഴിക്കണില്ല മൂപ്പര്, രാവിലെ ആയതുകൊണ്ട് കഴിക്കാൻ മടിയാണ്. പിന്നെ ആ ഗമയ്ക്ക് തന്നോ എന്നും പറഞ്ഞു പോയി. കരയും. ഞാൻ വന്നത് ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കരച്ചിലവിടെ ഉണ്ടാവും. അമ്മ അപ്പം ഒന്ന് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്താവുമെന്ന് അറിയില്ല. അച്ഛനെ വിളിച്ചാണ് കേട്ടോ, ഓട്ടോ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം വരും. അങ്ങനെ വിളിക്കുമ്പോൾ അപ്പം തന്നെ വിളിച്ച് പറയും വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ വിളിച്ച് പറഞ്ഞാണ് വരുന്നുണ്ട്, ഇറങ്ങി നിന്നോ എന്നൊക്കെ പറയും. എൻ്റെ പനി വന്ന് പോയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെയൊക്കെ സൈഡൊക്കെ പൊട്ടിയിരിക്കുകയാണ്. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ഏതാണ്ട് പോലെ തോന്നുന്നു. അപ്പോൾ ദേ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ചോദിക്കായിരുന്നു എവിടെയാണ് പോകേണ്ടത്, ഇത് ബസ്സൊക്കെ കയറണ്ടേ. കാരണം ഇപ്പോൾ മൺട്രാട് ഇപ്പം പലതരം ബസ് സ്റ്റോപ്പ് സെറ്റപ്പുകളാണ്. നിങ്ങൾക്ക് കോട്ടയം ഉള്ളവർക്കറിയാം, പാലാ പോകാൻ ഇപ്പുറത്ത് നിൽക്കണം, കോട്ടയത്ത് പോകാൻ അപ്പുറത്ത് നിൽക്കണം. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നി ചേട്ടൻ വർഷങ്ങളായിട്ട് എനിക്കറിയാം കേട്ടോ. അങ്ങനെയൊന്നും വേണ്ടില്ല, ജസ്റ്റ് ഒരു സ്മൈൽ, മോളെന്നാ വന്നേ, പിള്ളേർക്ക് സുഖമാണോ, ഈ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെ നമ്മൾ സ്ഥിരം പോണ കുറച്ച് ഓട്ടോകളുണ്ട് കേട്ടോ. ഓണാട്ടങ്കളുടെ ഓട്ടോ, പിന്നെ ഷിബു ചേട്ടൻ്റെ, രഞ്ജിത്തേട്ടൻ്റെ, അങ്ങനെ കുറച്ച് പേര് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെങ്ങാനും കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഓടിക്കും. സ്ഥിരം ഞാൻ പോണ കുറച്ച് ഓട്ടോകളുണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു, പക്ഷേ രാവിലത്തെ വെയിലല്ലേ, കുറച്ച് നല്ലതല്ലേ, കൊണ്ടേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ചാക്കോ കണ്ടുകൊണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ, അല്ല മീൻസ് അവനെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന വഴിക്ക് തന്നെ എനിക്ക് ഭരണങ്ങാനം പള്ളിയിലേക്ക് പോണ ബസ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അതെനിക്ക് കുറച്ചും കൂടെ ഈസിയായി എൻ്റെ ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം നമ്മളിപ്പോൾ കുറേ നാളായി ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടും പോയിട്ടുമൊക്കെ. അപ്പം എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഞാൻ ഡെയ്സി ആൻറ്റിയോട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബസ്സിൽ കയറേണ്ടത്, പോവേണ്ടത് എന്നൊക്കെ. അപ്പം ആൻറ്റി കൃത്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സൈഡ് വ്യൂ കാണുമ്പോൾ തന്നെ നമ്മൾ കോട്ടയംകാർക്ക് മനസ്സിലാവും നമ്മൾ പാല എത്തി തുടങ്ങി എന്നുള്ളത്. കാരണം കുറേ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. കുറേ പേർക്ക് അതൊരു നൊസ്റ്റുമാണ്. പാലയിൽ കയറിയാൽ അറിയാവുന്ന ഏറ്റവും വലിയ സിഗ്നലാണ് ഈ വഴിയോര ചെടികൾ. അത് ഭംഗിയിലൊരു മെയിൻറ്റെയിൻ ചെയ്യും. സെൻറ്റ് തോമസ് കോളേജ്, അങ്ങനെ എന്താ പറയുക, വെള്ളം കയറിയ ഈ ഒരു സ്ഥലം ഫുൾ വെള്ളത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് എന്താ പറയുക, സീസണനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു സമയമായപ്പോഴത്തേനും ചുട്ടുപോലെ വെയിലിൻ്റെ ആ ഒരു ഹൈ റേഞ്ച് എത്തി കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ അൽഫോൺസാമ്മയുടെ അടുത്ത് എത്തിയിട്ടോ. എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ തൊട്ട് ഞാൻ അൽഫോൺസാമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിയതാണ് എല്ലാം റെഡി ആക്കിയാൽ എനിക്ക് എത്രയും വേഗം വരാൻ പറ്റണേന്ന്. പക്ഷെ വരാൻ കുറച്ചധികം സമയമെടുത്തു. നവംബറിൽ നമ്മുടെ സർജറി കഴിഞ്ഞെങ്കിലും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആയി നമുക്ക് വരാം. അതെല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ അതേ ഒരു അവിടെ അൽഫോൺസാമ്മയുടെ മെമ്മറൽ ഇവൻസും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പതുക്കെ നടന്നു. ഞാൻ പറഞ്ഞില്ലേ, പനിയുടെ ആഘാതം അങ്ങനെ മൊത്തത്തിലങ്ങനെ മാറാത്തത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. പക്ഷേ ഇന്നും കൂടെ ഞാൻ പോയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും നഷ്ടവും ഒക്കെ ആവും കേട്ടോ. കാരണം പെൻഡിങ് വർക്കിൽ എങ്ങനെ നിൽക്കുന്നൊരു മെയിൻ സാധനമാണ് നമ്മൾ അൽഫോൺസാമ്മയുടെ അടുത്ത് പോയിട്ട് വരാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ കുറേ പേർക്കുള്ള ഇതാണ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് നേർച്ച ഇടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുർബാന പൈസ കൊടുക്കണം. നമ്മളെപ്പോഴും പോണൊരു സ്ഥലമല്ല, അല്ലെങ്കിൽ നമുക്കൊരാളെ പറഞ്ഞു വിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഈ QR കോഡ് വെച്ചിട്ടുണ്ട് അവർ. ഇപ്പോൾ കുർബാനയ്ക്ക്, പാട്ട് കുർബാനയ്ക്ക്, നൊവേനയ്ക്ക്, ലഗ്നിന്, അങ്ങനെ 4 ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്നാലേ നിങ്ങൾക്കത് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എവിടെയാണേലും സ്കാനർ മറ്റേ QR കോഡ് ഉണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യാമല്ലോ. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്യാം ഇതിൽ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു ഉപകാരപ്പെടും. ഞാൻ ചെല്ലുന്ന സമയത്ത് കുർബാനയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ വാങ്ങിച്ച് അടിമയൊക്കെ വെച്ച് എനിക്ക് ഒരു മനസ്സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ QR കോഡ് ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഞാൻ പള്ളിയിലൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല, കാരണം കുർബാന കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അൽഫോൺസാമ്മയുടെ ക്യാൻറ്റീൻ തന്നെ ഇവിടെ ഉണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നീറ്റാണ്, മെയിൻലി നീറ്റാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ എൻ്റെ
നാക്കൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് വേഗം വീട്ടിൽ പോവാം. പറ്റിയ ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകണം കേട്ടോ. പോവാം. അങ്ങനെ അവിടുന്ന് ബസ് കയറി കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ പോകാമെന്ന് വിചാരിച്ചു. ത്രൂ ബസ്സിന് നിന്ന സമയം പോകും. ഞാൻ വിചാരിച്ചതിലും വേഗത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ബസ്സിൽ വന്നു എന്ന് പറയാൻ പറ്റില്ല, എയ്റോപ്ലെയിനിൽ വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ബസ് എവിടെയും നിൽക്കുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നേരെ മണർകാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തോമു കൂടെ ഗുഡ് ബോയ് ആയിട്ട് ഇവിടെ ഇരിക്കണ്ടല്ലേ തോമു? ചാക്കോ ഉറങ്ങി. ഭീകര സംഭവമാണ്. ചാക്കോ ഉറങ്ങി. കാക്ക മിണ്ടാണ്ടിരിക്കൂ. വേണ്ട വേണ്ട ഓടിക്കണ്ട, കാക്ക തന്നെ പോക്കോളും. ചോദിക്ക എല്ലാവർക്കും സുഖാണോ എന്ന് ചോദിക്കാം. സുഖാണോ ചാക്കോ? തോമുക്കുട്ടിന് സുഖാണോ? ഹാപ്പിയാണോ? ഇടയ്ക്ക് പക്ഷെ അപ്പനെ ഒന്ന് മിസ് ചെയ്യല്ലേ തോമു? ഇടയ്ക്കിടയ്ക്ക് അപ്പനെ മിസ് ചെയ്യും. പിന്നെ ആരെയാ മിസ് ചെയ്യാ? അമ്മേനെ. അമ്മ ഇവിടെ തന്നെ ഇല്ല, പിന്നെ എന്തിനാ അമ്മേനെ മിസ് ചെയ്യുന്ന നീ? ആകെ ഇന്നലെടാ ഞാൻ പുറത്തു പോയേ. പിന്നെ ഞാൻ ആശുപത്രിയിലും പോയി. പിന്നെ എങ്ങനെ അമ്മേനെ മിസ് ചെയ്യാ? പിന്നെ ചാക്കോച്ചനെവിടെ? ചാക്കോ കുറുമ്പ് കാണിച്ചോ? ആയോ? അതിന്റെ അർത്ഥം എന്താ? കുറുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലീലമാമ എന്താ ചെയ്തത്? മാങ്ങ വെട്ടി പുളി ഞാൻ കഴിച്ചു. 4 കഴിച്ചോ? ആരെ മാങ്ങ തന്നെ? വെട്ടി തന്നു. ചാക്കോന് കുറച്ച് വെട്ടിയത് എനിക്ക് തന്നു. അമ്പോ, സേറനെ ഇഷ്ടാണോ? ഒത്തിരി ഇഷ്ടാണോ? സേറനെ നമുക്ക് തൃശ്ശൂർക്ക് പോകുമ്പോ കൊണ്ടുപോയാലോ? അപ്പൊ പാച്ചുവിനും തോമൂനും ചാക്കോയ്ക്കും ഒക്കെ കളിക്കാലോ. എങ്ങനെയുണ്ട് അമ്മയുടെ ഐഡിയ? പാച്ചു അടിക്കൊന്നുമില്ല, ചാക്കോ അടിക്കുമായിരിക്കും. പാച്ചു അടിക്കില്ല, പാച്ചുവിന് ഇഷ്ടാവും. പാച്ചുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, പാച്ചുവിന് സാറിന് എന്റെ വീട്ടിൽ എന്തായി പാച്ച് സാറിന് കണ്ട പാച്ചില്ലേ? സാറ് പാച്ചിനകത്ത് പോയിട്ട് ഉമ്മ എന്തായാലും കൊടുക്കും. പാച്ചു എന്തായാലും ഉമ്മ ഒക്കെ കൊടുക്കും. പാച്ചു എന്താടാ ഉമ്മച്ചനോ ഉമ്മ കൊടുക്കാൻ? അങ്ങനെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബസ്സിലാ പോയെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ പ്ലെയിനിലാ തോന്നുന്നു പോയത്. ആ ബസ്സിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. എന്റെ ദൈവമേ, മത്സരോട്ടം എന്നൊക്കെ നമ്മള് ന്യൂസിൽ. പ്ലെയിനിൽ പോയില്ല അമ്മ, ശരിക്കും ബസ്സിലാ പോയത്. പക്ഷെ ബസ്സിലെ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് ഫ്ലൈറ്റിലെ ഡ്രൈവറിനെ പോലെയാ. എന്താ ചെയ്യാ? എനിക്കറിയില്ല, മത്സരോട്ടം എന്നൊക്കെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നടു റോഡിലൊക്കെ ബസ് ഇട്ടിട്ട് ചീത്ത വിളിക്കുക. അതും 2 ബസ്സിലും നിറച്ച് യാത്രക്കാര്. എന്നിട്ട് വിളിയും ബഹളവും. ഞാൻ അങ്ങോട്ട് പോയപ്പോ മാലം വരെ ഇങ്ങനെ നിരങ്ങി പോയിട്ടാ. അപ്പൊ ഞാൻ ഓർത്തു, കാരണം ഒരാളോട് അയാൾ പറയുന്നത് കേട്ടു, കണ്ടക്ടർ പറയുന്നത് കേട്ടു 8:55 ആകുമ്പം കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലെത്തും. അപ്പൊ ഞാൻ സമയം നോക്കിയപ്പോ 8:15. വേഗത്തിലെത്തുവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ആ സംഭവം അവിടെ 8:55 കഴിഞ്ഞപ്പോ എത്തുകയും ചെയ്തു കേട്ടോ. പക്ഷെ പോയത് വായടച്ചു വെക്കും. പോയത് ഒരു 1.5 പോക്കാ പോയത്. എന്റെ ദൈവമേ, പറന്നിട്ട് അമ്മ പേടിച്ചു പോയി. നിൽക്കുന്നവരുടെ കൈയുടെ കുഴ ഇളകി കാണും. പിന്നെ അവിടുന്ന് കേറി കൊട്ടാരമറ്റം വരെ തിരിച്ചു വന്ന ബസ് കൊട്ടാരമറ്റത്ത് വന്ന് ഇറങ്ങിയപ്പോ എന്റെ മാതാവേ, അതിനേക്കാൾ കോമഡി. എനിക്ക് തോന്നുന്നു ആ ഡ്രൈവർ മറ്റേ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. ആളുടെ ഞാൻ കേറിയപ്പോ ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ നമ്മൾ ആ പിടിച്ചു നിൽക്കുന്ന കമ്പിയുടെ അവിടെ പോയി നിന്നു. പെട്ടിപ്പുറത്ത് ഒരു പെൺകുട്ടിയും ഒരു കൊച്ചു ചെറുക്കനും ഇരിക്കുന്നുണ്ട്. മൂപ്പര് എന്നിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കി അവിടെ വെച്ചു കേട്ടോ. ഫോൺ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഫോൺ എന്തോ നോക്കിയിട്ട് അവിടെ വെച്ചപ്പം കുട്ടി, പപ്പ ഞാൻ ഫോൺ എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചു. പപ്പയോ? ഞാൻ കുട്ടിയെ കയറിയതായിരിക്കും. അപ്പൊ എന്തോ പാമ്പിന്റെ വീഡിയോ. അപ്പൊ പപ്പ പിടിച്ചതാണോന്ന് ചോദിച്ചു. പപ്പ പിടിക്കേ? അപ്പൊ ഫോൺ വരുന്നു, കോള് വന്നപ്പോ മൂപ്പര് ചോദിക്കുന്നുണ്ട് ഫോറസ്റ്റിന്നാണോന്ന് ചോദിക്കടാന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട് ഫോറസ്റ്റിന്ന്. അപ്പൊ അപ്പുറത്തൊന്നും ആരും മിണ്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പൊ കോള് കട്ടായി. അങ്ങനെ
ഒരു ഇവിടെ സ്ഥലം ഏതാ പറയാ? തോം തോം ഇവിടെ കറിക്കേ തോമോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പം കൊട്ടാരമറ്റമൊക്കെ എത്തുന്നതിന് കുറെ മുമ്പ് നമ്മൾ അടിയിലോട്ട് ഇങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകത്തില്ലേ പാലത്തിന്റെ അവിടെ കൂടെ ഹോസ്പിറ്റലിന്റെ താഴെ കൂടെ അവിടെ വന്നപ്പോ അയാള് ആളെ ഇറക്കുന്നതിനിടയ്ക്ക് ആ ഡ്രൈവർ ഇറങ്ങിപ്പോയി. മക്കളെല്ലാം വിളിച്ചിട്ട് ഹോൺ അടിച്ചിട്ട് പുറകിൽ നിന്ന ഡ്രൈവർ വന്നിട്ട് കിളിയാണോ ഡ്രൈവറാണോ ഞാൻ കയറുമ്പോൾ അയാളൊരു കിളിയായിരുന്നു. പക്ഷെ ആള് വണ്ടിയൊക്കെ ഓടിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ വണ്ടി ഇട്ടിട്ട് പോയി. ഞാൻ പേടിച്ചാ പോയി എന്തിട്ട് സംഭവം എന്നറിയാണ്ട്. പിന്നെ ഞാൻ അവിടെ വന്ന് ഇറങ്ങി കൊട്ടാരമറ്റത്ത് വന്ന് ഇറങ്ങിയിട്ട് അടുത്ത ബസ് കയറി. അവിടുന്ന് കുറച്ചു നേരം ആടിപ്പാടി അവൻ അവന്റെ ഫോൺ നോക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഇടണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അമ്മാതിരി ഒരു ചെക്കൻ അതിന്റെ ഇടയ്ക്ക് കയറി. അവൻ എന്തൊക്കെയോ വർത്താനം പറയണു, എന്തൊക്കെയോ ചെയ്യുന്നു. അവൻ ഫോൺ നോക്കിയിട്ട് വണ്ടി ഓടിക്കണത് ഫുൾ. എനിക്കറിയില്ല ആൾക്കാർ എന്ത് ധൈര്യത്തില വണ്ടിക്കകത്ത് കയറി ഇരിക്കുക എന്നുള്ളത്. പിന്നെ എവിടെ അയർക്കുന്നത്ത് വന്നപ്പോഴാന്ന് തോന്നുന്നു വേറൊരു വണ്ടി വന്നു. അവന്റെ സമയം 11, നമ്മുടെ സമയം 7. അങ്ങനെ അവര് തമ്മിൽ തർക്കമായി. കണ്ടക്ടറിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. അവൻ വളരെ സൗമ്യമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി വേണ്ടേ. ഇതിപ്പോ അവനും അങ്ങനെയില്ല, നമുക്കും അങ്ങനെയായി. നമ്മൾ അങ്ങനെ ഇപ്പൊ ഒന്നാമതെ പിള്ളേരും ഇല്ലാത്ത സീസൺ ആണല്ലോ. അവർക്ക് ജോലിക്കാരും ഇല്ല. മീൻസ് ജോലിക്കാർ രാവിലെയും വൈകുന്നേരമല്ലേ, ഇടസമയത്ത് പിള്ളേരെ കിട്ടുന്നതല്ലേ. അതും ഇല്ലാണ്ട് ഇപ്പൊ നമ്മളത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഓക്കെ, മൺറാട് വന്നപ്പോ വണ്ടി വിലങ്ങാൻ വെച്ചിട്ട് രണ്ടുപേരും കൂടെ തർക്കാണ്. എനിക്കറിയത്തില്ല കാലത്തിന്റെ ഒരു പോക്ക്. മത്സരോട്ടം ഞാൻ ഇന്ന് കണ്ടു. പിന്നെ ബസ് വിമാനം പോലെ പോവാൻ പറ്റുമെന്ന് ഞാൻ കണ്ണടച്ചിട്ട് കുറെ നേരം ഇരുന്നു ഞാൻ. കാരണം നമുക്ക് പേടിയാവും. മമ്മി ആ ബസ്സിൽ, ഞാൻ പോയ ഇന്ന് ഏത് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, മമ്മി ഒന്നെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയും, ഇല്ലെങ്കിൽ മമ്മിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് മമ്മി മരിച്ചു പോകും. അതുപോലത്തെ ഒരു ബസ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ അമ്മ ഈ ബസ്സിലല്ലേ കയറി ഇറങ്ങി നടക്കണേ. പണ്ട് ഇത്രയ്ക്കും വലിയൊരു കോലാഹലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പോ മറ്റേതൊരു ടൈമിങ് ഉണ്ടായിരുന്നു. ഇതും ടൈമിങ് ഉണ്ടെന്ന് പറഞ്ഞാലും സെക്കൻഡുകളൊക്കെ വ്യത്യാസം, മിനിറ്റുകളുടെ വ്യത്യാസമേ പറയണുള്ളൂ. കൊള്ളാം എന്തായാലും. അലക്കുകാരി വരുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ അലക്കുകാരി. ഫുൾ ടൈം അലക്കാണ്. അലക്കൊരു ഹോബിയായി മാറിയ ലീലാമ്മ ഫുൾ ടൈം അലക്കലിന്റെ അവിടെ അല്ലേ തോമു? ലീലാമ്മ കുറുമ്പിയാന്ന് തോന്നുന്നു അല്ലേ തോമു? ആണോടാ? ഉറക്കെ പറയില്ല, അവൻ തല മാത്രമേ ആട്ടുള്ളൂ. ഭക്ഷണം കിട്ടണേ അല്ലേ തോമു? അല്ലേ? ബൈ പറ തോമു, ബൈ പറ. എന്ത് ചെയ്യാ? നടക്കണ്ട കേട്ടോ. തോമു കഴിഞ്ഞ ദിവസം എന്ത് മഴയാടാ വന്നത്? എന്തിട്ടാ? ഉറക്കെ പറ. ചുഴലിക്കാറ്റ് മഴ ഇന്നും വരും തോന്നണ്. എന്തിട്ട് മഴയാ? ചുഴലിക്കാറ്റ് മഴ. പേടിയുണ്ടോ? കറണ്ട് പോയാൽ മാത്രമേ പേടിയുള്ളൂ അല്ലേ തോമു? ഞാൻ പറഞ്ഞു, അങ്ങനെ വെറുതെ പറയണ്ട. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെയൊന്നും പറയുന്നത് കേട്ടോ. അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ പൊട്ടിക്കോട്ടെ. അച്ഛച്ചന്റെ സാമ്രാജ്യങ്ങൾ. എനിക്കൊന്നത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചെത്തിച്ചെടിയാണ് കേട്ടോ. അത് ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ല, അതാണ് ബൊഗെയിൻവില്ല. തോമു ഏക് ദോ തീൻ പറയോ? ബിന്ദു മാം ചോദിച്ചു തോമു ഏക് ദോ തീൻ പറയണ്ടോന്ന്. പതുക്കെ ഫുൾ പറ. ഫുൾ 10 വരെ പറയൂ. 10 വരെ പറ. 1 2 3 4 5 6 7 8 9 10 11 13 14 15 പറഞ്ഞു നോക്ക്. തോമു LKG ആയിട്ടുള്ളൂ. ട്രൈ ചെയ്യാം.
ചോവ സത്ര ഉണ്ണിപ്പി ഞാൻ ക്ഷമിച്ചു. ബിന്ദു മിസ്സിനെ മിസ് ചെയ്യോ തോമോ വേറെ ക്ലാസ്സിൽ പോകുമ്പോ? ഷോ എന്താ ചെയ്യ ഇനി? ബിന്ദു ടീച്ചർ എന്റെ LKG-യിലെ ബേബീസേക്ക് വരാം. അപ്പൊ നീ പിന്നെ മുതിർന്ന കാർന്നോരാണല്ലോ ഇത്ര നാളും. അല്ല, ഞാന് നല്ല ജയന്റായ LKG UKG-യില് പോവും. എന്നിട്ട് UKG-യില് പോയിട്ട് ബിന്ദു മാം ക്ലാസ്സില് ബേബീസേക്ക് വരാം. ചാക്കോനെ ചേർക്കട്ടെ നമുക്ക്? ചാക്കും ബേബി അല്ലേ, അത് നമുക്ക് ആ സ്കൂളിൽ ചേർക്കാം. തോമു സമ്മർ ക്യാമ്പിന് പോകുന്ന കാര്യം അവരോട് പറഞ്ഞോ? ആന്റിമാരോട് പറഞ്ഞോ? പറ, അങ്ങോട്ട് ഇറങ്ങി നിന്ന് പറ. സ്കൂളില് സമ്മർ ക്യാമ്പിന് പോവും. സ്വിമ്മിംഗ് പൂളിൽ കളിക്കും, മണ്ണില് തോണ്ടി തോണ്ടി കളിക്കും. മണ്ണില് തോണ്ടി തോണ്ടി കളിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ പറയും. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു. ഐ ലവ് യു. ഫ്ലൈങ് കിസ് കൊടുക്കും. ബൈ.